ഹലോ ഹായ് KL14 മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കോളിഫ്ലവർ മഞ്ചൂരിയനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കോളിഫ്ലവർ, ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്, 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരിയും, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുത്ത്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് ബാറ്ററായിട്ട് ഒന്ന് കലക്കിയിട്ട് എടുക്കണം. വെള്ളം കൂടാണ്ട് നോക്കണം. വെള്ളം കൂടിപ്പോയെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല. പിന്നെ കോൺഫ്ലോറിലും പിന്നെയും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും. ഈ ഒരു പരുവത്തിൽ കലക്കിയിട്ട് എടുക്കണം. എന്നിട്ട് എന്താക്കണം, കുറച്ച് കസൂരി മെത്തിയില്ലേ, അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ അത് ഇട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് കറിച്ചപ്പല അതും കൂടി ഇട്ട് കൊടുത്തേ. പിന്നെ ഈ കോളിഫ്ലവർ വെള്ളമെല്ലാം ഇങ്ങനെ ഊറിയിട്ട് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിനെ എടുത്തിട്ട് ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഓരോന്നോരോന്നായിട്ട് മുക്കിയിട്ട് ഫ്രൈ ആക്കണ്ട, എല്ലാം കൂടി പെട്ടെന്നൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തെങ്കിൽ ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിട്ട് വരും. നല്ലോണം മിക്സ് ആക്കണം. ഇതിന് ആവശ്യത്തിന് ബാറ്റർ ഉണ്ട്, ഇതിൽ മൈദയും കോൺഫ്ലോറെല്ലാം ഉണ്ടല്ലോ. ഈ ഒരു പരുവത്തിൽ ഞാൻ മിക്സ് ആക്കിയിട്ട് എടുത്ത് ഇനി എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് എന്താക്കാം, ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. എണ്ണ ഫുള്ള് തീയിൽ വെച്ചിട്ട് ചൂടാക്കി ഇനി മീഡിയം തീയിൽ ഇപ്പോൾ ഉള്ളത് ഈ കോളിഫ്ലവറിൽ ഇട്ട് കഴിഞ്ഞിട്ടായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. തീ കൂടുതൽ വേണ്ട. ഇതിൻ്റെ അകമെല്ലാം നല്ല കുക്കാവാനുണ്ട്, അതേപോലെ പുറം നല്ല ക്രിസ്പി ആവണം. ഫുള്ള് ഫ്ലെയിമിൽ വെച്ചെങ്കിൽ കോൺഫ്ലോറെല്ലാം ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കറുമുറായിട്ട് കിട്ടും. പക്ഷെ ഉള്ളു പച്ച പച്ച എണ്ണ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നല്ല പോലെ പുറവും ക്രിസ്പിയാവും, ഉള്ളു ഭാഗം നല്ല വേഗം ചെയ്യും. മനസ്സിലായല്ലോ? ഞാനിവിടെ 2-3 കൂട്ടായിട്ട് മറിച്ചും തിരിച്ചിട്ടെല്ലാം ഇടുന്നുണ്ട്. കോഴിക്കറിയൊന്നും വേണ്ട, ഭയങ്കര ടേസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹോട്ടലത്തെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇതുണ്ടെങ്കിൽ പിന്നെ കോഴിയിൽ എന്തിന്, കോഴിൻ്റെ ആവശ്യമേ ഇല്ല. കോഴിൻ്റെ ഡബിൾ ടേസ്റ്റ് ഉണ്ട് ഇതിന്. നല്ലോണം മൊരിഞ്ഞ് വരുന്നുണ്ട്. മൊരിഞ്ഞ് വന്നിട്ടാകുമ്പോൾ ഇതിനെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം നമുക്ക്. എന്നിട്ട് ഇതേ എണ്ണ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നമ്മത് ഫ്രൈ ആക്കുമ്പോൾ കസൂരി മേത്തി കറിവേപ്പിലെല്ലാം ഇട്ടിനല്ലോ. ഈ ഫ്രൈ ആക്കുമ്പോൾ തന്നെ ഭയങ്കര മണം, പോരാകെ ഒരു മണം. നോർത്ത് ഇന്ത്യൻ ഹോട്ടലിലേക്കെല്ലാം പോയ പോലെ ആ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡെല്ലാം കഴിക്കുമ്പോഴൊരു മണമില്ലേ, ആ ഒരു മണം ഇങ്ങനെ നമ്മളെ മൂക്കിലേക്കെല്ലാം അടിക്കുന്നു. രണ്ടാമത്തെ ബാച്ചും എല്ലാം ഇട്ടിട്ട് 2-3 ഇട്ട തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കാച്ചിട്ട് എടുക്കണം. ഇങ്ങനെ കാച്ചത് തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റ്. മഞ്ചൂരിയൻ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിപ്പോൾ മഞ്ചൂരിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാം എണ്ണയിൽ നിന്ന് കോരിയ പിന്നെ ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് കുറച്ച് ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി അതേപോലെ നീരുള്ളി എല്ലാം വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് കുറച്ച് അധികം എണ്ണ ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 എടുത്തിന്. നല്ല എരിവുണ്ടെങ്കിൽ 2 മതി. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെല്ലാം മണം ഉണ്ടല്ലോ ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വയന്ന് വന്നിട്ടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കണം. സവാള മുന്നേ ഇട്ട് കൊടുക്കണ്ട, ഇതിൻ്റെ പച്ചമുളകെല്ലാം ഇങ്ങനെ മാറണം. അപ്പോൾ ഒരു സവാള മീഡിയം സൈസിലുള്ളത്, കുറേ സവാള ആയിപ്പോണ്ട, അപ്പോൾ ടേസ്റ്റ് അത്ര കിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഇളക്കി ഇപ്പോൾ ചെറിയ തീയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമെല്ലാം നല്ല പോലെ മാറിയിട്ടാണ്. അപ്പോൾ നമുക്കിതിലേക്ക് സോസ് കൂട്ടാം. 4 ടേബിൾ സ്പൂൺ തക്കാളിൻ്റെ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ വിനേഗർ അത്രയും ചേർത്ത് കൊടുത്ത് ഒരു നുള്ള് പഞ്ചാര, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് അതും കൂടി മൂപ്പിച്ചെടുത്തതിൻ്റെ പച്ചമണെല്ലാം പോകണം. അതാണ് എൻ്റെ കണക്ക്. സാധാരണ നമ്മളെല്ലാവരും ഹോട്ടലിൽ പോയിട്ട് പല സാധനം കുറേ പൈസ കൊടുത്തിട്ട് മേങ്ങിയിട്ട് തിന്നും. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പുരയിലുള്ള സാധനം വെച്ചിട്ട് ഹോട്ടലത്തെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് എല്ലാ സാധനവും പുരയിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം. എല്ലാം മൂത്തിട്ടാകുമ്പോൾ കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുത്ത്
ഞാൻ വീഡിയോയിൽ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ടാണ് ഈ കോളിഫ്ലവർ കട്ടാക്കുന്നത്. നിങ്ങൾക്ക് പുരയിലത്തെ ആവശ്യത്തിന് കുറച്ച് ചെറുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ മസാല ഉണ്ടല്ലോ കോളിഫ്ലവറിലേക്ക് ഇങ്ങനെ പരണ്ട് വരണം. നമ്മൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണം. എല്ലാം പുരണ്ടിട്ട് കോഴി കാച്ചേൻ്റെ ആ ഒരു സ്ട്രെച്ചറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്ര പോകണോ അത്ര ഇട്ട് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മഞ്ചൂരിയൻ റെഡിയായി. എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഭയങ്കര ടേസ്റ്റ് തന്നെ, പറഞ്ഞെങ്കൊന്നും പറഞ്ഞിട്ട് ഫലമില്ല. അത്രയും പാങ്ങുള്ള അത്രയും ടേസ്റ്റുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഇപ്പം എന്നൊന്ന് ലൈക്കാക്കിയറേ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലോണം ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. അതും ഒന്ന് എനേബിൾ ആക്കിയിട്ട് വെച്ചിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ചങ്ങായിമാരുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ആക്കിറോ. പിന്നൊരു കാര്യം കൂടി ഉണ്ട്, പറ്റുമെങ്കിൽ ചങ്ങായിമാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കിയിട്ട്. എൻ്റെ പുതിയ ചാനലാണ്, ഇനി കുറേ വളരാനുള്ള ബാക്കിയുള്ളത്ര. വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. പിന്നൊരു കാര്യം, നിങ്ങൾക്ക് ഏത് റെസിപ്പി എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോ. അപ്പോൾ വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.